ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് പണികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസം മുഴുവനായിട്ട് അങ്ങ് വീഡിയോ എടുത്ത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എല്ലാം പോലെ അങ്ങ് ചെയ്യാം. അപ്പോൾ നമ്മൾ താഴെ ആയിരുന്നല്ലോ, താഴെ റൂമെല്ലാം മാറ്റി ഞാനൊരു വീഡിയോ എഴുതുന്നുണ്ടായിരുന്നില്ലേ, റൂം ഒഴിഞ്ഞ് കിടക്കായിരുന്നു. അപ്പോൾ താഴത്തേക്ക് മാറി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇപ്പോൾ അതൊന്നും കൂടെ ഒന്ന് റീക്രിയേഷൻ ചെയ്താലോ എന്നോർത്ത്, അതായത് ഒന്നുകൂടെ ഒന്ന് പെയിൻ്റെല്ലാം അടിച്ച് ഒന്ന് മൊഞ്ചാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ അമ്മയും പറഞ്ഞ് ഒന്ന് റെഡിയാക്കി ഒന്നുകൂടെ അടിപൊളിയാക്കി എടുക്കാം റൂം. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടോ. അങ്ങനെ ഞങ്ങൾ താഴെയുള്ള സാധനങ്ങളൊക്കെ മേലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെയും കുറച്ച് ദിവസം മേലെ അങ്ങ് നിൽക്കാമെന്ന് ഓർത്ത്. പക്ഷേ എനിക്കിഷ്ടം മേലെ റൂമിൽ നിൽക്കാനാണ് കേട്ടോ. കാരണം ഈ ഒരു റൂം എന്ന് പറയുന്നത് കാണുമ്പോൾ ഒരു ഇതെന്താ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പ് എന്നായിരിക്കും. പക്ഷേ ഈ ഒരു റൂമിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് മിതു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റൂം. അതുകൂടാണ്ട് ഒരു മെമ്മറിയും കൂടെ ഉണ്ട്. മിതുവിൻ്റെ ഇപ്പം അടുത്ത് മരിച്ച ഒരു ഫ്രണ്ടാണ് ഇതിന് കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത് നല്ലോണം സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കൂട്ടുകാരും സഹായിച്ചു. ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ സഹായിച്ചില്ലേന്ന് വയ്ക്കും. സഹായിച്ചിരുന്നു. പക്ഷേങ്കിൽ ഓൻ്റെ ഒരു ലാസ്റ്റ് ഓർമ്മ എന്ന് പറയുന്ന ഈ റൂമും കൂടി കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരീൻ്റെ ലവറായിട്ടും വരും. പക്ഷേ രണ്ടാളും മരിച്ച് അതെല്ലാം പോട്ടെ. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവരെ രണ്ടുപേരെയും മനസ്സിലിങ്ങനെ വരും. രണ്ടാളും സ്നേഹിച്ച് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ രണ്ടാളും മരിച്ച്. ആദ്യം അവൾ മരിച്ച്, പിന്നെ ഇവൻ മരിച്ച്. അപ്പോൾ അവൻ്റെയും കൂടെ ലാസ്റ്റ് ഓർമ്മയാണ് ഈ റൂം എന്ന് പറയുന്നത്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. ഞാൻ അവിടെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ട് മാത്രമല്ല, ഒരുപാട് വിഷമത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിലും ഇത് നിൽക്കുമ്പോൾ ഉണ്ടായ റൂമായിട്ടോ ഇത്. ഒത്തിരി കഥകളുണ്ട്. അതെല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റൂം. പിന്നെന്താ പിന്നെ അങ്ങനെയൊക്കെ തന്നെ. അത് ഞാൻ കഥയൊന്നും പറഞ്ഞു പോകുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ലൈഫ് സ്റ്റോറി പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ദിവസമാണ് റൂം എക്സ്ചേഞ്ച് ഡേ, അങ്ങനെയായിട്ട് പറയണം. എക്സ്ചേഞ്ച് അല്ല, ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചായ കുടിച്ചില്ല. ചായ കുടിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ഏകദേശം ഒരു 10:15 നല്ല വെയിലാണ്. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ് കേട്ടോ. ആകാശം കണ്ടു. നിലവിൽ താഴെയുള്ള റൂം ഞങ്ങൾ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. ഈ കറുപ്പ് കാണുന്നില്ലേ, സിമെൻറ്റ് അടച്ചതൊക്കെ ആണി അടിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ആവശ്യത്തിന് ഫ്രെയിം വെക്കാനും അങ്ങനെ ഒത്തിരി ആവശ്യത്തിനായിട്ട് ആണി അടിച്ചതാണ്. അങ്ങനെ അതൊക്കെ അടച്ചിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് വെണ്ട് കയറിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് അടച്ച്. കുറച്ച് വർഷമായ വീടാണല്ലോ, അതുകൊണ്ടാണ്. ഒത്തിരി പേര് വീടിനെ പറ്റിയൊക്കെ ചോദിച്ചു. ഞാനതൊക്കെ പിന്നെ പറയട്ടാ. പിന്നെ ഞാൻ ചായ കുടിക്കുകയാണ്. ചായക്ക് ദോശയും കടലയും കേട്ടോ. സാമ്പാറുണ്ടായിരുന്നു, ഞാൻ കൂട്ടിയില്ല. ഞാൻ വിചാരിച്ചു മിഥുവിനെ കുറച്ച് സഹായിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. പക്ഷെ മിഥു പറഞ്ഞു ഒന്നും ചെയ്യണ്ട, അടങ്ങി അവിടെ ഇരുന്നാൽ മതി. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അലർജീൻ്റെ പ്രശ്നമുണ്ട്. അത് ലിയമോക്കുണ്ട് കേട്ടോ, ഇത്രയും ചെറുപ്പത്തിൽ. പിന്നെ അതുകൊണ്ട് തന്നെ തൽക്കാലം ഒന്നും ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കാൻ തന്നെ വന്നാൽ മതി, അല്ലാണ്ട് ആ റൂമിലോട്ടേ കയറണ്ടെന്ന്. വേറൊന്നും കൊണ്ടല്ല, പകുതി പൈസ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും അവൻ. അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇരിക്കാം. കണ്ണാടിയിൽ തന്നെ കണ്ടു. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് പ്രൊഡക്റ്റീവും കൂടെ ആയിട്ട് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡോക്ടർ റാഷനിൻ്റെ ടീ ട്രീ എന്ന് പറയുന്നത് മറ്റേ നോ സ്ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാനാണ്. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്ത് പക്ക ഫെയിലാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇതിലും നല്ലത് ഞാൻ പറഞ്ഞുതരാം. ആവി പിടിച്ചിട്ട് നമ്മൾ മുഖത്ത് ആവി പിടിക്കുക. എന്നിട്ട് എന്താ പറയുക, അധികം തിളക്കുന്ന വെള്ളം കൊണ്ട് ആവി പിടിക്കരുത്, അല്ലെങ്കിൽ ചൂടുള്ള തുണി കൊണ്ടൊന്ന് ഇങ്ങനെ ഒപ്പിക്കൊടുക്കുക. എന്നിട്ട് തുടച്ച് കഴിഞ്ഞാലും
ഇതിലും ബെറ്ററായിട്ട് പോകും കേട്ടോ. ഇത് ചുമ്മാ നമ്മൾ ജസ്റ്റ് ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ നഖം കൊണ്ടൊക്കെ ചെളിയൊരു ചെയ്യും, അത്രയൊക്കെ പോകുന്നുള്ളേ. ഈ സുന ആപ്ലിക്കേഷൻ ഇങ്ങനെയാണോ? അങ്ങനെയാണോ? നമ്മൾ മുഖം നനക്കണം. ഞാൻ ആദ്യം എന്താ ചെയ്തതെന്നുള്ള നിങ്ങൾക്കറിയോ? ഞാൻ ഇനി കുറേ ഇങ്ങനെ ഒട്ടിച്ചു നോക്കി, പക്ഷെ അത് വീണ് പോകുന്നു. പിന്നെ ഈ വെള്ള സാധനമില്ലേ, അത് ഞാൻ പറിച്ചൊരു കഷ്ണം, എന്നിട്ട് പശയൊന്നുമില്ല. ഇപ്പം എനിക്ക് ഓർമ്മ വന്ന് ആ ഫാൻസിന്നേ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖം നനച്ചതിന് ശേഷമാണ് ഒട്ടിക്കാവുന്നത്. ഭാഗ്യം അത് ഓർമ്മ വന്നല്ലോ. ഇതും പോലെ ഒരു ഇതിന് വരുന്നത് എത്ര രൂപയാ? എത്ര രൂപയാവാനൊക്കെ അറിഞ്ഞൂട. ഇന്നലെ വിധു ആ പൈസ എടുത്തേരോ, ഒന്നിന് 14 രൂപയാണെന്ന് തോന്നി വരുന്നത്. ഞാൻ എന്തെല്ലോ സാധനമാകുമ്പോൾ ഒന്നിച്ച് വാങ്ങിയത് കേട്ടോ. അപ്പം ഇത് ഒട്ടട്ടെ. ഞാനിപ്പോഴാണ് ഇത് കാണുന്നത്. സോസാ നമുക്ക് പറിച്ചേക്കാം. വന്നുണ്ടോന്ന് ചോദിച്ചാൽ വന്നുണ്ട്, പക്ഷേ എല്ലാം ഒന്നും വന്നില്ല. വന്നുണ്ട്, പക്ഷേ മൊത്തം ഒന്നും വന്നില്ല. മൊത്തം ഒന്നും വന്നില്ലടോ, കുറച്ചേ വന്നുള്ളൂ. കാണുന്നുണ്ടോ? എനക്കാന്നും ഇഷ്ടമായില്ലേ ചുമ്മാ മനുഷ്യൻ്റെ പൈസ കളയാൻ വേണ്ടി. ഞാൻ നമുക്ക് ആപ്പിൾ കൊടുക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ 1 മണിക്കൂർ ഇതിനോട് മല്ലിടണം, എന്നാലേ ഇത് ആപ്പിൾ തിന്ന് കിട്ടൂ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ആപ്പിൾ പോയിട്ടൊരു സാധനം തിന്നുന്നില്ല. എൻ്റെ കളി കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. ദൈവമേ, എന്തൊക്കെ കോഷ്ടി കാണിക്കണം ഞാൻ ഇവിടെ തിന്നിക്കടയിലെന്നറിയോ. ഈ എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതേ നിലയിൽ. അങ്ങനെ ഞാൻ ലേമോളെ സോപ്പിട്ട് ആപ്പിളെല്ലാം കൊടുക്കട്ടെ. ഒന്നെങ്കിൽ പാട്ട് അല്ലെങ്കിൽ കഥ, അത് മസ്റ്റാണ്. ഇതിൽ രണ്ടിലും ഒതുങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നാട് താണ്ടി കൊടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല, ഇങ്ങനെ നടന്ന് ഫുഡ് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതാ തല അടിച്ച് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ വരാം. ഫുഡ് കൊടുക്കുന്ന അംഗവും കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് കിടത്തിയിട്ടായിരുന്നേ. ഉറക്കാൻ വേണ്ടി കിടത്തിയതാണ്, പക്ഷെ അവൾ എന്നെ ഉറക്കിയിട്ട് അവൾ കളിക്കാൻ പോവാണ്. കമ്മൽ നോക്കട്ടോ. അവൾ അവിടുന്ന് കളിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് ബിസ്ക്കറ്റ് കഴിക്കട്ടെ. ഒരു സംഭവം കാണിച്ചു തരാം. ലിയമോളെ ഒരു ടാറ്റ കൊടുത്തേര്, ടാറ്റ. ഗുഡ് ഗേൾ. പതിയെ ലിയമോള് ഓരോ സ്റ്റെപ്പും പഠിച്ചു തുടങ്ങുന്നുണ്ട്. ടാറ്റ പറയാൻ പറഞ്ഞാൽ ടാറ്റ പറയും. അങ്ങനെ ഓരോന്ന് ചില കാര്യങ്ങൾ പറയാനും തുടങ്ങുന്നുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, പക്ഷേ അവളാളെ അപ്പ, അമ്മ, അച്ഛ ഇങ്ങനെയൊക്കെ വിളിക്കാൻ തുടങ്ങി കേട്ടോ. എനിക്കൊരത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഏകദേശം പെയിൻ്റ് അടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം മാത്രം കേട്ടോ. ഈ ഒരു 3 ഭിത്തി കഴിച്ചിട്ടുണ്ട്. അതിലെല്ലാം നമുക്ക് ശരിയാക്കണം. ഇത്രത്തോളം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും ചെയ്തില്ല. ഇവിടെയും ഈ കളറ് ചെയ്തതും പിന്നെ ഇതൊരു കോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ അടിക്കണം, കാരണം ഇതെല്ലാം ഏട്ടൻ്റെ മോളെ പണിയാണ് വരഞ്ഞിട്ടത്. ലിയമോള് വലുതാവുമ്പോഴും ഇതേ അവസ്ഥയായിരിക്കും ചുമരിനൊക്കെ. അപ്പോൾ ഇത്രത്തോളം ചെയ്തിട്ടുണ്ടേ.
വിത്തി എന്ന് പറഞ്ഞത് ഞാൻ മാറ്റി പിടിച്ചതാണ് കേട്ടോ, ചുമര് എന്ന്. ചിലപ്പോൾ അവിടുത്തെ ആൾക്കാർ കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. ഞങ്ങൾ ചുമര് എന്നാണ് പറയാം. ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടാണുള്ളത്. ഈ കളർ ഇഷ്ടമായോന്നൊന്ന് പറയണേ. ഈ സെയിം കളറാണ് എൻ്റെ വീട്ടിൽ അടിച്ചേക്കുന്നതും കേട്ടോ. സെയിം കളറ്. ഞാൻ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് ഇത് തന്നെ സെലക്ട് ചെയ്തത്. പക്ഷേ ഒരു പേസ്റ്റൽ ഗ്രീൻ ആയിരുന്നു സെലക്ട് ചെയ്തത്. ഈ ഒരു മിന്നാമിന്നി പച്ച കൊഴുത്തതല്ല, ഒരു പേസ്റ്റൽ ഗ്രീൻ ആയിരുന്നു സെലക്ട് ചെയ്തത്. പക്ഷേ എനിക്കറിയത്തില്ല, ഉണങ്ങി വന്നപ്പോൾ ഈ കളറായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു ഷോപ്പിൽ പോയ ആ ചേട്ടനോടൊന്ന് പറഞ്ഞേക്കണമെന്ന്. പക്ഷേ ഈ വീഡിയോ കാണുന്ന അത്ര മിന്നാമിന്നിയല്ല, കുറച്ച് ഡിമ്മാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ചെയ്തേക്കുന്നത്. സോ ബാക്കിയും കൂടെ ചെയ്യണം. റൂമെല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് ആക്കണം നമുക്ക്. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഞാനും അതിൻ്റെ അടുക്ക് എൻ്റെ അലർജിയൊക്കെ മറന്ന് ഞാനും ഒരു കൈ നോക്കിയിരുന്നു. എന്താ വെച്ചാൽ മെനക്കെട്ട പണിയാണെന്ന് കണ്ടതുകൊണ്ട് പിന്നെ ഞാനത് അവിടെ ഇട്ട്. പിന്നെ മിഥുവിൻ്റെ കൂട്ടുകാരെല്ലാം വന്ന്, അനിയനൊക്കെ വന്നിട്ടോ പിന്നെ സഹായിച്ച് ചെയ്ത്. എന്തോ അറിയില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വരാറുണ്ട്. പിന്നെ അവരെല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് പോകാറും. അമ്മേൻ്റെ പാത്രമെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അമ്മ ഇത് കാണണ്ട, അമ്മ അടിക്കും. അങ്ങ് ഗൾഫിൽ നിന്ന് വന്നതല്ലും. കാരണം അമ്മക്ക് അത്രയും ഫേവറേറ്റാണ് പാത്രങ്ങളൊക്കെ. ഞാനിവിടെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് അടുക്കളയും കുറച്ച് ശരിയാക്കി എടുക്കണം. പക്ഷേ ഒന്നും മുൻകൂട്ടി പറയുന്നില്ല. കാരണം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാനാവില്ല. പക്ഷേ അതേസമയം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരോടും പറയാണ്ട് നമ്മൾ സൈലൻ്റായിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരാളോട് പറയുമ്പോൾ അതിലൊരു സുഖമുണ്ട്. ഞാൻ എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്തത്. ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ കാര്യം ഇപ്പോഴും ഞാൻ വിജയിച്ച കുറച്ച് കാര്യങ്ങളും ഞാൻ ഏൺ ചെയ്ത കാര്യങ്ങളും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തിനാ വെറുതെ. പക്ഷേ ഓരോ ടെൻഷനാക്കുന്നേ. എന്തായാലും ആയിരിക്കും വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. ഞാൻ കുറച്ച് നല്ലതായി, കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ലൈഫ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ എക്സ്പെഷ്യലി പിന്നെ എന്താ പറയണ്ടേ, സ്ട്രേഞ്ചേഴ്സിന് ചിലപ്പോൾ കുറച്ച് സന്തോഷം ഉണ്ടാവും. പക്ഷേ ചിലർക്കൊന്നും അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പിടിക്കൂല. ആലം പോട്ടെ, തെന്നി മാറുന്നു വിഷയത്തിൽ നിന്ന്. ഞാൻ ഇതുവരെ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്തോ തേങ്ങയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേഹമൊക്കെ കഴുകി വന്നിട്ടുണ്ട്, സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ബോധിക്കുമ്പോഴൊക്കെ ഞാൻ ഇത് ചെയ്യാറുള്ളൂ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ അധിക ദിവസങ്ങളിലും വിട്ടു പോകാറുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. തിരക്ക് അതന്നെ. അപ്പോൾ എന്താ ഇത്ര തിരക്ക് എന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളിലെല്ലാവർക്കും അറിയാം എന്താ ഇത്ര തിരക്കെന്ന്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാത്തിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ 2026 ആകുമ്പോഴേക്കും 1000 സബ്സ്ക്രൈബേഴ്സ് ആവേണ്ട എൻ്റെ ആഗ്രഹം സഫലീകരിക്കാനുള്ള തന്ത്രപ്പാടില്ല കേട്ടോ ഞാൻ. അപ്പോൾ കേൾക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമാണ്, പക്ഷേ എനിക്കത് വലിയൊരു കാര്യമാണ്. ഈ യൂട്യൂബ് വ്ളോഗേഴ്സിനൊക്കെ അറിയാം 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ അങ്ങ് ആയിക്കോളും. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയി വരും വരെ ബൈ.